ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ RJDയുടെയും കോൺഗ്രസിന്റെയും നില കൂടുതൽ പരുങ്ങലിലായി. തീർത്തും അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഇരു കക്ഷികൾക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നേരിടേണ്ടി വന്നത്. മഹാസഖ്യത്തിന്റെ ഭാവി തന്നെ ഇതോടെ തുലാസിലായിരിക്കും. ജാതി വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള മുന്നണി രൂപീകരണം, ദുർബലരായ സ്ഥാനാർത്ഥികൾ, താഴേക്കിടയിൽ സ്വാധീനം ചെലുത്താതിരുന്ന പ്രചാരണ പരിപാടികൾ, മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ തുടങ്ങി ഒട്ടേറെ ഘടകങ്ങളാണ് ഇത്രയും വലിയ തിരിച്ചടിക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കോൺഗ്രസും RJDയും തമ്മിലുള്ള സഖ്യം വേർപിരിയുന്നതിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടെത്തിക്കുന്നത് എന്ന് കരുതുന്നവരും ഉണ്ട്. നിതീഷ് കുമാറിന്റെ ജനസമ്മതി, പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർക്കിടയിൽ ചെലുത്തിയ സ്വാധീനം മറികടക്കാൻ തൽക്കാലം ബീഹാറിൽ പ്രതിപക്ഷത്തിന് ഒരു ഫോർമുലയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ നിന്ന് RJD കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ദൃശ്യമായത്. കോൺഗ്രസിന് നാമമാത്രമായ സീറ്റുകളെ നേടാനായുള്ളൂ എന്നതിനാൽ മുന്നണി സമവാക്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. മഹാസഖ്യത്തിലെ ജൂനിയർ സഖ്യകക്ഷിയായി ഒതുങ്ങിക്കൂടാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നതാണ് വലിയ ചോദ്യം. പരസ്പരം ബഹുമാനമോ വിശ്വാസമോ ഇല്ലാത്ത രണ്ട് കക്ഷികളുടെ സഖ്യം തീർത്തും ദുർബലമാണെന്ന് ബീഹാറിലെ വോട്ടേഴ്സ് തിരിച്ചറിഞ്ഞതാണ് ഇത്രയും വലിയ തിരിച്ചടിക്ക് കാരണമെന്ന് വ്യക്തം. തേജസ്വി യാദവിന് ബീഹാറിൽ ഒരു തിരിച്ചുവരവ് നടത്താനുള്ള സാഹചര്യം കോൺഗ്രസ് ആണ് നഷ്ടപ്പെടുത്തിയതെന്ന് RJDയിലെ പല മുതിർന്ന നേതാക്കളും ആരോപിച്ചു തുടങ്ങി. ദേശീയ തലത്തിലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തുലാസിലാവുന്ന സാഹചര്യത്തെ എങ്ങനെ നേരിടും എന്നത് കാത്തിരുന്നു കാണാം. വോട്ട് ചോരി പ്രചാരണങ്ങൾ വോട്ടേഴ്സിൽ സ്വാധീനം ചെലുത്തുന്നില്ല എന്നതിനാൽ രാഹുൽ ഗാന്ധിക്ക് പുതിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾ കണ്ടെത്തേണ്ടിയും വരും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.